ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 166. നമ്മളിന്ന് 16-ാമത്തെ അധ്യായമായിട്ട് 159-ാമത്തെ സൂക്തമാണ് നോക്കുന്നത്. ഇതിലെ ദേവതയും ഇന്ദ്രനും അഗ്നിയുമാണ്. നമ്മുടെ എല്ലാ യജ്ഞങ്ങളും പിന്നിലും അത്യാവശ്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് ഇന്ദ്രനും അഗ്നിയും. നമ്മൾ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ വേറൊരവസ്ഥയിലേക്ക് മാറ്റുന്നതിനാണ് യജ്ഞം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു സാധനത്തെ എന്തെങ്കിലും ഒന്നിനെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റുക. ആ മാറ്റുന്നതിന് ഊർജം ആവശ്യമാണ്. ഊർജമില്ലാതെ ഒരു പരിപാടി നമ്മളെ കൈ തന്നെ ഇടുന്നിടത്ത് ഇപ്പുറം വെക്കണ്ടെങ്കിൽ ഊർജം ആവശ്യമാണ്, ശക്തി ആവശ്യമാണ്. അതിനാണ് അഗ്നി എന്ന് പറയുന്നത്. അപ്പം അഗ്നി എല്ലാത്തിനും കൂടിയെത്തിയും. പിന്നെ ഒരു ശക്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം കൈ ഇവിടുന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ വെക്കണം. പക്ഷേ ഇതെടുത്തിട്ട് ഇവിടെ വെക്കണ്ടെങ്കിൽ ഈ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലൂടെ ഊർജം റിലീസാകുന്നുണ്ട്. ആ ഊർജം മസിലുകളെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതിനനുസരിച്ചാണ് മസിൽ പ്രവർത്തിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ നടക്കുന്ന പ്രവൃത്തികളെ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കർമ്മമുണ്ടെങ്കിലും അതിനെ ഏകോപിപ്പിക്കണം. ഇപ്പം നമുക്കിപ്പോൾ ചായ ഉണ്ടാക്കാൻ ഇവിടെ ചായപ്പൊടിയും വെച്ച് പഞ്ചസാരയും വെച്ച് വെള്ളവും വെച്ച് പാലും വെച്ച് പാത്രവും വെച്ച് അതുണ്ടാക്കേണ്ട കുറിപ്പടി, ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കേണ്ടതെന്നുള്ള പാചകവിധി അതും ഇവിടെ വെച്ചാൽ ചായ ആവില്ല. ആരെങ്കിലും ഒരാൾ ഇതിനനുസരിച്ച് പ്രവർത്തിക്കണം. ഇപ്പോൾ ഏതൊരു യജ്ഞം നടക്കുന്നുണ്ട് അതിനൊരു കോർഡിനേറ്റിംഗ് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനാണ്. അപ്പം നമ്മുടെ കാര്യത്തിൽ നമ്മളിത് ചെയ്താലും ചായ ഉണ്ടാക്കുമ്പോൾ പാത്രത്തിൻ്റെ അകത്ത് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സിസ്റ്റത്തിൽ. അതിനെ ഏകോപിപ്പിക്കുന്ന ആ ഒരു ശക്തി വിശേഷമുണ്ട്. അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇന്ദ്രനും അഗ്നിയും നമ്മൾ ചെയ്യുന്ന എല്ലാ യജ്ഞത്തിലുമുണ്ട്. അത്രയും സൂക്ഷ്മമായി അനലൈസ് ചെയ്തിട്ടാണ് വേദം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ സാധാരണ നിലയിൽ പറയുന്ന മാതിരിയല്ല. ഇങ്ങനെ എല്ലാ ഘടകങ്ങളെയും വെച്ചുകൊണ്ടാണ് നമ്മൾ കാണാതെ കുറേ ഘടകങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് വേദം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇന്ദ്രാഗ്നികൾ ഉണ്ടെങ്കിലേ ഏത് യജ്ഞവും നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 109-1. ഋഷി കുത്സൻ ദേവത ഇന്ദ്രനും അഗ്നിയും. ഛന്ദസ് തൃഷ്ടുപ്പ്. വിഹ്വഖ്യം മനസാ വസ്യ ഇച്ഛൻ ഇന്ദ്രാഗ്നിന്യാസ ഉദവാസജ്ജാതാൻ നാന്യായുവത് പ്രമതിരസ്തി മഹ്യം സാവാധിയം വാചയന്തി അതക്ഷം. സ്വന്തം നന്മയ്ക്കായി ഞാൻ എൻ്റെ ബാന്ധവന്മാരെ ആശ്രയിക്കുന്നില്ല. എന്നാൽ അഗ്നിയെയും ഇന്ദ്രനെയും പോലെ കൃപാകാരന്മാരായി മറ്റാരെയും എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ അവർ ഇഷ്ടപ്പെടുന്ന സ്തോത്രങ്ങൾ ആലപിച്ചിരിക്കുന്നു. എൻ്റെ കാര്യസാധ്യത്തിനായി ഞാൻ വേറെ ആരെയും ആശ്രയിക്കുന്നില്ല. ഞാൻ ആശ്രയിക്കുന്നത് നിങ്ങളെപ്പോലെ കൃപാകാരന്മാരെയാണ്. ഇവരെ നമുക്ക് സഹായം ചെയ്യുന്നത് എന്തെങ്കിലും നമ്മിൽ നിന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ വേറെ ആരെ കൊണ്ടൊക്കെ ഒരു ജോലി ചെയ്യിപ്പിക്കണ്ടെങ്കിൽ അവർക്ക് പൈസ എന്തെങ്കിലും കൊടുക്കണം. അഗ്നിക്കൊന്നും കൊടുക്കണ്ട. അഗ്നി അതേപോലെ ഇന്ദ്രൻ ഫ്രീ സർവീസാണ്. നമ്മളെ എപ്പോഴും സേവിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യങ്ങളും തയ്യാറായി നിൽക്കുകയാണ്. നമ്മളങ്ങോട്ട് ചേർന്നാൽ മതി.
അതുകൊണ്ട് നമ്മൾ നിങ്ങളെയാണ് ആശ്രയിക്കുന്നത്, വേറെ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. അപ്പം ഏത് യജ്ഞവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ പൂർത്തീകരിക്കുന്നത് ഇവരുടെ സഹായത്താലാണ്. അവർ എപ്പോഴും റെഡിയായി നിൽക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്തോത്രങ്ങൾ ആലപിക്കുന്നു. അതായത് സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. വേദത്തിൽ സയൻസ് ആണുള്ളത്, വേദമന്ത്രങ്ങളിൽ സയൻസ് ആണുള്ളത്. അപ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഇന്ദ്രനും അഗ്നിയും വന്നിട്ട് നമ്മളെ ശരിയാക്കിയെടുക്കും, നമ്മളെ കാര്യങ്ങൾ സാധിപ്പിച്ച് തരികയുള്ളൂ. ഇപ്പം ചോറ് ഉണ്ടാക്കാൻ അരി വെള്ളത്തിലിട്ട് ചൂടാക്കുന്നത് അതൊരു ശാസ്ത്ര തത്വമാണ്. അതുകൊണ്ടാണത് ചോറാകുന്നത്. അല്ലാതെ വെള്ളത്തിലിടാതെ വെറും അത് ചൂടാക്കിയാൽ അരി എന്താവില്ല, ചോറാവില്ല. അപ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇവർ ആ കർമ്മം നമുക്ക് പൂർത്തീകരിച്ചു തരുന്നത്. ഇനി 2 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 109-2 അശ്രവം ഹി ഭൂരിദാവത്തരാവ വിജാമാതുരുദവാഖ ശ്യാലാത് അഥാ സോമസ്യ പ്രയതി യുവാഭ്യാം ഇന്ദ്രാഗ്നി സ്തോമം ജനയാമി നവ്യം. ഇന്ദ്രാഗ്നികൾ അയോഗ്യരായ ജാമാതാക്കളെയും ശ്യാലന്മാരെയും കാൾ അധികമായി ധനം നൽകുന്നവരാകുന്നു. ഞാൻ അവർക്ക് സോമരസം കാഴ്ചവെച്ചുകൊണ്ട് സ്തോത്രങ്ങൾ ആലപിക്കുന്നു. ഇവിടെ പറയുന്നത് ഇന്ദ്ര അഗ്നി നിങ്ങൾ അയോഗ്യരായ ജാമാതാക്കളെയും ശ്യാലന്മാരെയും അധികമായി ധനം നൽകുന്നവരാകുന്നു. മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. നമുക്ക് ധനം കിട്ടണമെങ്കിൽ ഇവർ യജ്ഞം ചെയ്ത് യജ്ഞത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ധനം നേടുന്നത് എങ്ങനെയാണ്? യജ്ഞം ചെയ്യുമ്പോൾ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവും, അതിന് വിറ്റിട്ടാണ് പൈസ ചെയ്യുക. അതിന് യജ്ഞം ചെയ്യണം. യജ്ഞം ചെയ്യുമ്പോൾ അവിടെ സഹായിക്കുന്ന ആരാണ്? നമ്മളെ ബന്ധുക്കളൊന്നുമില്ല. ബന്ധുക്കളുടെ അടുത്തുണ്ടായതുകൊണ്ടും കാര്യമില്ല. ഇവരാണ് അതിനെ ധനമാക്കി മാറ്റിത്തരുന്നത്. നമ്മൾ ആൾക്കാരെല്ലാം അടുത്ത് വന്ന് എന്തെല്ലാം സഹായം ചെയ്ത് തന്നേക്കും. എന്തൊക്കെ യജ്ഞം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം എടുത്തൊന്ന് അടുത്ത് വെച്ച് തന്നേക്കും എന്നല്ലാതെ, അല്ലെങ്കിൽ വെണ്ടയ്ക്കെല്ലാം ഒന്ന് മുറിച്ചിട്ട് തരുന്ന എന്നല്ലാതെ ആ സാധനത്തെ ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാണെങ്കിൽ ആ സാധനത്തെ സാമ്പാറാക്കുന്നത് ഇന്ദ്രനും അഗ്നിയുമാണ്. അവരാണ് ധനം നേടിത്തരുന്നത്. അതുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന യഥാർത്ഥത്തിൽ ഇന്ദ്രനും അഗ്നിയാണ്. അതായത് പുതിയ പ്രൊഡക്റ്റാക്കി മാറ്റാൻ വേറെ ആർക്കും തന്നെ പറ്റില്ല, നമുക്കും പറ്റില്ല. വെണ്ടയ്ക്കെല്ലാം മുറിച്ചിട്ട് പാത്രത്തിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ മറ്റേതാക്കുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് വെള്ളത്തിൽ കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പാത്രത്തിൻ്റെ ചട്ടീൻ്റെ അകത്ത് കയറിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരും നമ്മളെ ബന്ധുക്കൾക്കും പറ്റില്ല. അത് ഇന്ദ്രനും അഗ്നിയെ പറ്റുകയാണ്. അപ്പം ധനം നേടിത്തരുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സോമരസം കാഴ്ച വെച്ചുകൊണ്ട് സ്തോത്രങ്ങൾ ആലപിക്കുന്നു. സോമരസം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ, ഇൻപുട്സ്, അരിയും വെള്ളമെല്ലാം തന്നെയാണ് ഇവിടെ ചോറുണ്ടാക്കുമ്പോൾ സോമരസങ്ങൾ. അത് ആർക്ക് കൊടുക്കുന്നു? ഇന്ദ്രനും അഗ്നിക്കും കൊടുക്കുന്നു. അവരതെടുത്തിട്ട് നമുക്ക് സാമ്പാറോ എന്താ വേണ്ടത് തരും. ഇപ്പോഴും അങ്ങനെയാണ് കൊടുക്കുന്നു. സ്തുതികളുടെ അടിസ്ഥാനം, സ്തോത്രങ്ങളുടെ അടിസ്ഥാനം. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട വസ്തുക്കൾ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളതിനെ പ്രൊഡക്റ്റാക്കിയിട്ട് മാറ്റുന്നു. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 109-3 മാ ചേത്മാ രശ്മീർ ഇതി നാഥമാനാ പിതൃണാം ശക്തിർ അനുയച്ഛമാന ഇന്ദ്രാഗ്നിഭ്യാം കം വൃഷണോ മദന്തി യാഹ്യദ്രീ തിഷണായ ഉപസ്ഥേ. സന്താനങ്ങളുടെ ചരടുകൾ അറ്റുപോകാതിരിക്കണമേ. ഈ പ്രാർത്ഥനയോടുകൂടി പിതൃക്കളെ അനുകരിച്ച് വീര്യവാന്മാരായ ഇന്ദ്രനും അഗ്നിയും സന്തുഷ്ടി പ്രാപിക്കുന്നതിന് സോമം ഇടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഈ കല്ല് ഞാൻ സോമലതമേൽ പതിപ്പിക്കുന്നു. ഇതിൽ പറയുന്ന സന്താനങ്ങളുടെ ചരടുകൾ അറ്റുപോകാതിരിക്കണം.
സന്താനങ്ങൾ നമ്മൾ പിതൃക്കളെ അനുകരിച്ച് വീര്യമായ കർമ്മങ്ങൾ ചെയ്യുകയാണ്. ഇന്ദ്രനും അഗ്നിയെയും സന്തുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സോമം ഇടിച്ചു പിടിയുന്നതിനുള്ള കല്ല് ഞാൻ സോമലതയുടെ മേലെ വെക്കുന്നു. അതായത് ഞാനും കല്ലെടുത്തിട്ട് ഈ സോമലതയെ ഇടിച്ചു പിഴിയുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ആര് ചെയ്തതുപോലെ? നമ്മളെ പിതൃക്കൾ ചെയ്തതുപോലെ. അപ്പം നമ്മളുമായിട്ടുള്ള കണ്ണികൾ, സന്താനങ്ങളുമായിട്ട് കണ്ണികൾ അറ്റുപോകരുത് എന്ന് പറയുന്നു ഇവിടെ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം പൂർവികർ മുതൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ സോമലത പിഴിഞ്ഞിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് മഴ പെയ്യിപ്പിച്ചു. മഴയില്ലാത്ത കാലത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് മഴ പെയ്യിപ്പിച്ചു. അവർ ചെയ്ത പാതയിലൂടെ നമ്മളും പോവുകയാണ്. നമ്മളെ സന്താനങ്ങളുടെ ചരടുകൾ അറ്റ പോകരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർവികർ കാണിച്ചു തന്ന വഴിയിലൂടെ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുക. ഇന്നും വേണമെങ്കിൽ നമുക്ക് കൃത്രിമ മഴ പെയ്യിപ്പിക്കാം. കാരണം പല സ്ഥലത്തും മഴയില്ലാതെ കൃഷിയെല്ലാം വരൾച്ചയെല്ലാം നേരിടുന്നുണ്ട്. നമുക്ക് ആധുനിക സയൻസിനും അതിന് പറ്റിയിട്ടില്ല. പക്ഷേ അതിനുള്ള വഴി ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് സോമയാഗത്തിലൂടെ. അതുകൊണ്ട് അവർ ചെയ്ത മാതിരി തന്നെ ചെയ്യണമെന്നില്ല. ഇന്ന് സയൻസ് വളരെയധികം ഡെവലപ്ഡാണ്. അപ്പം ആ വസ്തുവിലുള്ള നീരെന്താണ്, അത് ഇടിച്ചു പിഴിഞ്ഞ് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിന്ന് മെഷീനുകൾ ഉപയോഗിച്ചിട്ട് പിഴിയുകയും അഗ്നിക്ക് വേറെ ഫർണസെല്ലാം വെച്ചുകൊണ്ട് അതിനെ മുകളിലേക്ക് വിടുകയും കൃത്രിമമായിട്ട് മഴ പെയ്യിപ്പിക്കുകയെല്ലാം സാധ്യനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം അതിൽ ചേർക്കുന്ന പാലുന്നുണ്ട്, വെള്ളമുണ്ട്, സോമലതേൻ്റെ നീര് ഇഷ്ടമാതിരി കൃഷി ചെയ്തുണ്ടാക്കാം. ഇപ്പം നമുക്ക് മഴയില്ലാത്ത കാലത്ത് മഴ പെയ്യിപ്പിക്കാമോ ഒരു മെഷീനിലിട്ടിട്ട് നമ്മൾ ഓൺ ചെയ്ത് പ്ലഗ് കുത്തി ഓണെല്ലാം ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ സയൻസ് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മളെ പിതൃക്കൾ ചെയ്ത വഴി നമ്മൾ സ്വീകരിക്കണം. കൃത്രിമ മഴ പെയ്യിക്കേണ്ട ആവശ്യം ഇന്നും ഉണ്ട്. പല സ്ഥലത്തും കർഷകർ മഴ പെയ്യാതെ കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മൾ കൃത്രിമ മഴ ആധുനിക സയൻസിലൂടെ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, മുതലായിട്ടില്ല. പക്ഷേ ഇത് നമ്മളെ പൂർവികർ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ സന്താനങ്ങളെ ആ ചരടൊന്നും അറ്റുപോകരുത്. ആ മാർഗം നമ്മളും സ്വീകരിക്കുന്നു. എന്നിട്ട് ഇടിക്കുന്ന കല്ലെടുത്തിട്ട് സോമലതയുടെ മേലെ വെക്കുന്നു. അങ്ങനെ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? എളുപ്പത്തിൽ മേഘങ്ങളെ കൂടി ചേർത്തിട്ട് മഴയായിട്ട് പെയ്യിപ്പിക്കും. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 109 യുവാഭ്യാം ദേവീം തിഷണ മതയേന്ദ്രാഗ്നി സോമം ഉഷതി സുനോതി താവശ്വിനാ ഭദ്രഹസ്ത സുവാണി ആധാവതം അധുനാ പൃങ്തപ്സു. ഇന്ദ്രാഗ്നികളുടെ ഹിതത്തിന് വേണ്ടി ഈ സോമം ഇടിച്ചു പിടിയുന്നു. മനോഹരങ്ങളും മംഗളരൂപങ്ങളുമായ കരങ്ങളോട് കൂടിയവരായ അശ്വിനികൾ അതിവേഗം വന്ന് ചേരുവിൻ. സോമത്തെ മധുരജലത്തോടുകൂടി ചേർക്കണമേ. ഇവിടെ മനോഹര ഇന്ദ്രാഗ്നികളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടി, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി. ഇന്ദ്രനാണ് അവിടെ ഇരുന്നിട്ട് മഴ പെയ്യിക്കുന്നത്. എങ്ങനെ? മഴമേഘങ്ങളെ ചേർത്തുകൊണ്ട്. ഇപ്പോൾ അത് ചേരുന്നില്ല, അതിന് തടസ്സമുണ്ട്. അതിനാണ് നമ്മൾ സോമയാഗം നടത്തുന്നത്. സോമയാഗത്തിന് ഈ വള്ളികളെടുത്ത് ഇടിച്ച് പിഴിഞ്ഞിട്ട് വെള്ളവും പാലും എല്ലാം ആയിട്ട് ചേർത്തിട്ട് അഗ്നിയിൽ ഹോമിച്ചിട്ട് അങ്ങ് വരുമ്പോഴാണ് മേഘങ്ങൾ പെട്ടെന്ന് കൂടി ചേർക്കുവാൻ ഇന്ദ്രന് കഴിയുന്നത്. അതുകൊണ്ട് ഇന്ദ്രന് വേണ്ടി, ഇന്ദ്രാഗ്നികൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇടിച്ചു പിടിയുന്നു. സോമം ഇടിച്ചു പിടിക്കുകയാണ്. മനോഹരമായ കൈകളെ കൊണ്ട് അശ്വിനികളെ എന്ന് പറയുകയാണ്. അശ്വിനികൾ എന്ന് പറയുന്നത് ബലമാണ്. നമ്മളെ കൈകളിൽ അശ്വിനിമാരുണ്ട്. കൈ ഉപയോഗിച്ചിട്ടല്ലേ പിടിയുന്നു, ബലം പ്രയോഗിക്കുന്നു. ഈ ബലത്തിന് ഫോഴ്സിനാണ് അശ്വിനി കുമാരന്മാരെന്ന് പറയുന്നത്. ഓരോ ഫോഴ്സും അതിൻ്റെ അകത്ത് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റും വെർട്ടിക്കലും ഇതെല്ലാം മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അശ്വിനി കുമാരന്മാർ എന്ന് പറയുന്നത്. അപ്പം അശ്വിനി കുമാരന്മാർ എന്ന് പറയുമ്പോൾ ബലങ്ങളാണ്.
ബലങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ കല്ലിൽ ഇടിച്ച് പിഴിഞ്ഞിട്ടെല്ലാം നീരെടുത്തിട്ട് ആർക്ക് വേണ്ടിയിട്ട്? ഇന്ദ്രന് വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മധുര ജലത്തോടു കൂടി ചേർക്കുന്നു. ഈ മധുര ജലത്തോടെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? സോമരസം പ്രിപ്പയർ ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഇന്ദ്രനും അഗ്നിക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സോമയാഗവുമായിട്ട്, കൃത്രിമ മഴ പെയ്ക്കുന്ന സോമയാഗവുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രമാണ്. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 109 യുവാം ഇന്ദ്രാഗ്നി വസുനോ വിഭാഗേ തവസ്ഥമാ ശുശ്രവാവൃത്രഹത്യേ താവാ സദ്യാ ബർഹിഷി യജ്ഞേ അസ്മിൻ പ്രചർഷണി മാതയേതാം സുതസ്യ. ഇന്ദ്രാഗ്നികൾ ധനം പങ്കുവയ്ക്കുന്നതിലും ശത്രുക്കളെ സംഹരിക്കുന്നതിലും അത്യധികം സമർത്ഥരാണ്. ഈ യജ്ഞത്തിൽ കുശാസനത്തിലിരുന്ന് പിഴിഞ്ഞെടുക്കുന്ന സോമത്തിൽ നിന്നുള്ള ആനന്ദം അനുഭവിച്ചാലും. ഇവിടെ ഇന്ദ്രാഗ്നികളോട് പറയുകയാണ്, നിങ്ങൾ ധനം പങ്കുവെക്കുന്നതിൽ വളരെ ശ്രേഷ്ഠരാണ്. നമ്മൾ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പ്രൊഡക്റ്റാക്കി തരും. അല്ലെങ്കിൽ നമ്മൾ സോമയാഗം നടത്തിയാണെങ്കിൽ മഴ പെയ്യിപ്പിച്ച് തരും. മഴ പെയ്യുമ്പോൾ ചെടികളെല്ലാം നല്ലോണം വളരും, പുല്ല് ഇഷ്ടംമാതിരി ഉണ്ടാകും, നമുക്ക് വേണ്ട ധാന്യങ്ങൾ കിട്ടും, പശുക്കളെല്ലാം ഇഷ്ടം ഉണ്ടാകും, സന്താനങ്ങൾ വർദ്ധിക്കും, കൃഷി വികസിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ധനം പങ്കുവെക്കുന്നതിൽ സമർത്ഥരാണ്. ശത്രുക്കളെ സംഹരിക്കുന്നത് എങ്ങനെ? സംഹരിക്കുന്നത് ശത്രുക്കളെ മഴ പെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനാണ് ശത്രുക്കൾ എന്ന് പറയുന്നത്. മഴക്കാലത്ത് മഴ പെയ്യുന്നില്ല, മേഘങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കൃത്രിമ മഴ പെയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ എന്ത് ചെയ്യും? ഇന്ദ്രൻ എന്ത് ചെയ്യും? ആ ശത്രുക്കളെയെല്ലാം പെട്ടെന്ന് കീഴടക്കിയിട്ട് മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് പെട്ടെന്ന് മഴ പെയ്ക്കും. ഇവിടെ സമ്പത്തുണ്ടാകും. അതെല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നത് ഇന്ദ്രൻ തന്നെ. ഈ യജ്ഞത്തിൽ അതുകൊണ്ട് കുശാസനത്തിൽ പിഴിഞ്ഞെടുത്ത സോമം കുടിക്കുവാനായിട്ട് വന്നിരുന്നു. കുശാസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടത്തിൽ നമ്മൾ ഉണ്ടാക്കിയ വേദിയിൽ അങ്ങ് വരിക. ഈ സോമരസം പിഴിയുന്നിടത്ത് വരിക, അഗ്നിയിൽ ഹോമിക്കുന്നിടത്ത് വന്ന് അത് സ്വീകരിക്കുക. മുകളിൽ ഉയർന്നിട്ട് പോകുമ്പോൾ മേഘങ്ങളിലുള്ളിടത്ത് നിങ്ങൾ വന്നിട്ട് സ്വീകരിച്ചിട്ട് ശക്തരായിട്ട് മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് മഴയായിട്ട് പെയ്ക്കുക. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 109 പ്രചർഷിണിഭ്യ പൃഥ്നാഹവേഷു പ്രപൃഥ്വ്യാരിചാതേ ദിവശ്ച പ്രസിന്ധുഭ്യ പ്രഗിരിഭ്യോ മഹിത്വ പ്രേന്ദ്രാഗ്നി വിശ്വാഭുവനാത്യന്യ. ഇന്ദ്രാഗ്നികൾ മനുഷ്യരെക്കാൾ ഉപരിയായി യുദ്ധത്തിൽ താടനം ചെയ്യുന്നു. അവർ ഭൂമിയെക്കാളും ആകാശത്തെക്കാളും മഹത്തുക്കളാണ്. അവർ പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ എന്നിവരേക്കാൾ മാത്രമല്ല മറ്റെല്ലാ ലോകങ്ങളെക്കാളും ഉപരി ഉള്ളവർ ആകുന്നു. ഇവിടെ ഇന്ദ്രാഗ്നികളോട് പറയുകയാണ്, നിങ്ങൾ മനുഷ്യരെക്കാളും യുദ്ധത്തിൽ താണ്ഡവം ആടുന്നവരാണ്. മനുഷ്യരെക്കാട്ടിയും ശക്തന്മാരാണ് ഈ ഇന്ദ്രനും അഗ്നിയും. ഉദാഹരണമായിട്ട് ഒരു അയ്യനെ ചോറാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ വിചാരിച്ചാൽ പറ്റുമോ? പറ്റില്ല. കാരണം നമുക്ക് വേണ്ടി അയ്യനെ ഇടിച്ച് പൊടിയാക്കാം, അല്ലാതെ ചോറാക്കാൻ പറ്റില്ല. ചോറാക്കാൻ വേണ്ടി അഗ്നിയും. ഇപ്പം നമ്മളെക്കാട്ടിയും ശ്രേഷ്ഠരാണ് ഇവർ. അവർ ഭൂമിയേക്കാളിയും ശ്രേഷ്ഠരാണ്, ആകാശത്തെക്കാളും മഹത്തുക്കളാണ്. പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ എന്നിവയെ മുതലായവയെ മാത്രമല്ല മറ്റെല്ലാ ലോകങ്ങളെക്കാട്ടിയും നിങ്ങൾ ഉപരിയാകുന്നു. കാരണം എന്ത് യജ്ഞങ്ങളും പൂർത്തീകരിക്കുന്ന ഈ അഗ്നിയും ഇന്ദ്രനുമാണ്. അതുകൊണ്ട് അവരുടെ സ്ഥാനം ലോകത്തിൽ എല്ലാ കാര്യത്തിലും ലോകത്തിൽ അങ്ങേക്ക് നിങ്ങൾ രണ്ടുപേർക്കും ഉയർന്ന ഒരു സ്ഥാനമാണ് ഉള്ളത്. ഇനി 7 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 109 ആഭരതം ശിക്ഷതം വജ്രബാഹു അസ്മാമിന്ദ്രാഗ്നി അവദംശചീഭിഃ ഇമേനു തേ രശ്മിയ സൂര്യസ്യ യേഭീ സഭിത്വം വിതരോ ന ആസൻ.
ഇന്ദ്രനും അഗ്നിയും ഞങ്ങൾക്ക് ധനം കൊണ്ടുവന്നു തരയണമേ. നിങ്ങളുടെ ശക്തിയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈ സൂര്യകിരണങ്ങളെ തന്നെയായിരുന്നു ഞങ്ങളുടെ പിതൃക്കളും പ്രാപിച്ചിരുന്നത്. വജ്രായുധം ധരിച്ച ഇന്ദ്രനോടും അഗ്നിയോടും പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ധനം കൊണ്ട് തരിക. അതായത് നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ അത് പ്രൊഡക്റ്റായിട്ട് മാറും, നമ്മളത് വിറ്റിട്ട് ധനം നേടും. നിങ്ങളുടെ ശക്തിയാൽ നമ്മളെ സംരക്ഷിക്കണം. നമ്മളെ സംരക്ഷിക്കപ്പെടുന്ന എന്തുകൊണ്ട് തന്നെയാണ് ഈ ഊർജം ഉപയോഗിച്ചും ഇന്ദ്രനും എല്ലാം ഉപയോഗിച്ച് പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്ത് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി നമ്മളെ കഷ്ടപ്പാടെല്ലാം ദൂരീകരിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഈ സൂര്യകിരണങ്ങളെ തന്നെയാണ് പണ്ട് നമ്മളെ പൂർവികരും ആശ്രയിച്ചത്. നമ്മളെ പൂർവികരും ആശ്രയിച്ചിരിക്കുന്ന സൂര്യൻ്റെ ചൂടും സൂര്യൻ്റെ വെളിച്ചവും അതെല്ലാം തന്നെയാണ് അഗ്നി. സൂര്യനിൽ നിന്നുള്ള പ്രേരക ശക്തി, ആ ബലം, അതെല്ലാം അതിൽ നിന്ന് വരുന്ന പ്രേരക ശക്തി തന്നെയാണ് ഇന്ദ്രൻ. അപ്പം നമ്മളെ പൂർവികരും നിങ്ങളെയെല്ലാം തന്നെയാണ് പണ്ട് ആശ്രയിച്ചിരുന്നത്, അവർക്ക് യജ്ഞം ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 109-8. പുരംധരാ ശിക്ഷതം വജ്രഹസ്താസ്മാം ഇന്ദ്രാഗ്നി അവദംഭരേഷു തന്നോ മിത്രോ വരുണോ മമ ഹന്താം അതിഥി സിന്ധു പൃഥ്വീം ഉദദ്യൗ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാൻ ഇന്ദ്രാഗ്നികളോട് അപേക്ഷിക്കുന്നു. യുദ്ധങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കൂ. മിത്രനും വരുണനും അതിഥിയും സമുദ്രവും പൃഥ്വിയും ആകാശവും ഞങ്ങളുടെ പ്രാർത്ഥനകളെ അനുമോദിക്കണമേ. ദുർഗപഞ്ചകരായ ഇന്ദ്രാഗ്നികളെ, അതായത് ഏത് ദുർഗങ്ങളെയും തകർക്കുവാനുള്ള ശക്തി ഇന്ദ്രനും അഗ്നിക്കുമുണ്ട്. ഉദാഹരണമായിട്ട് ഒരു പർവ്വതം കൊണ്ട് തന്നെ അതിൻ്റെ പൊട്ടിച്ചെടുക്കണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് വെടിമരുന്ന് കൊണ്ട് വെച്ചാൽ മതി. അഗ്നിയാണ്. അത് കത്തുമ്പോൾ ഒരു രാസപ്രവർത്തനം അവിടെ നടക്കും. അതിലൂടെ അതിൻ്റെ ശക്തി കൊണ്ട് പൊട്ടിത്തെറിക്കും പാറകൾ. അപ്പോൾ അവിടെയെല്ലാം ഇതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ആരാണ്? ഇന്ദ്രനുമാണ്. അഗ്നിയും ഇന്ദ്രനും കൂടിയിട്ട് ഏത് ദുർഗങ്ങളും തകർക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് അതോട് പറയുന്നു, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഒന്ന് സാധിപ്പിച്ചു തരിക. നമ്മൾ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഊർജത്തിൻ്റെ സഹായത്താൽ, അതിനെ ഏകോപിപ്പിക്കുന്ന ഇന്ദ്രൻ്റെ സഹായത്താലുമാണ് നമ്മളെല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നത്. യുദ്ധത്തെ നമ്മളെ രക്ഷിക്കുന്നതുമെല്ലാം അവർ തന്നെയാണ്, ഏത് യജ്ഞം. എന്നിട്ടെന്ന് പറയുന്നു, മിത്രനും വരുണനും അതിഥിയും സമുദ്രവും പൃഥ്വിയും ആകാശവും ഞങ്ങളുടെ പ്രാർത്ഥനകളെ അനുമോദിക്കണേ. അവർ നമ്മളെ അനുമോദിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന യജ്ഞങ്ങളെപ്പോഴും നല്ലതായിരിക്കണം, അപ്പോഴേ അവർ അനുമോദിക്കുകയുള്ളൂ. അഗ്നി ഉപയോഗിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യാം, നല്ലത് തന്നെ. പക്ഷെ അഗ്നി ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ കൊല്ലിയും ബോംബിട്ട് പല ബോംബും ഉണ്ടാക്കിയിട്ട് പരസ്പരം എറിഞ്ഞ് കൊല്ലുന്ന അവസ്ഥ വരിക, കലഹങ്ങൾ ഉണ്ടാക്കി പരസ്പരം വെട്ടിമരിക്കുക. അങ്ങനെയല്ല, അഗ്നി ഊർജത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നാട് നമ്മളോട് അനുകമ്പ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ അനുമോദിക്കില്ല. അപ്പം ഇവരെല്ലാം പ്രകൃതിയെല്ലാം നമ്മളെ അനുമോദിക്കുന്ന എപ്പോഴാണ്? പ്രകൃതിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ അഗ്നിയും ഊർജവും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ല യജ്ഞങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഈ സൂക്തം അവസാനിക്കുകയാണ്.